ഇന്നിതാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് മിസൈലുകളില്ല, അവർക്ക് ബോംബുകളില്ല, അവർക്ക് വിഷൻ തണ്ടുകളില്ല. പക്ഷേ അവർക്കൊന്നുണ്ട്, വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ കാത്തുസൂക്ഷിക്കുന്ന ഈമാൻ. ഒരുപക്ഷേ എനിക്കും നിങ്ങൾക്കുമില്ലാതെ പോയ ഈമാൻ ഫലസ്തീനിലെ ജനവിഭാഗങ്ങൾക്കുണ്ട്. അവർ മരണത്തെ പുഞ്ചിരിയോടെ കാണുകയാണ്. ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ അരിവീടുകുന്ന സുന്ദര സുരഭിതമായ സ്വർഗീയ ഉദ്യാനം അവർ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് അവരോടൊപ്പം ഏതൊക്കെ രാഷ്ട്രം നിൽക്കുന്നുണ്ട്? ബ്രിട്ടൻ നിൽക്കുന്നുണ്ട്, അമേരിക്ക നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രാൻസ് നിൽക്കുന്നുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾ, സൈനിസ്റ്റ് ശക്തികൾ, എന്തിനേറെ പറയുന്നു കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം, ഫാസിസ്റ്റ് ശക്തികൾ പോലും ഈ പറയപ്പെടുന്ന ജൂതരാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയാണ്, സൈനിസ്റ്റ് രാഷ്ട്രത്തോടൊപ്പം നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ അവിടെ വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ആരൊക്കെ നിങ്ങളോടൊപ്പം നിന്നാലും, എത്ര രാഷ്ട്രങ്ങൾ നിങ്ങളോടൊപ്പം നിന്നാലും, ഏതൊക്കെ പോലീസ് തമ്പുരാക്കന്മാർ നിങ്ങളോടൊപ്പം നിന്നാലും, ഏതൊക്കെ പട്ടാളം നിങ്ങളോടൊപ്പം നിന്നാലും, എത്ര മിഷൻ തണ്ടുകൾ നിങ്ങൾക്കുണ്ടായാലും, എത്ര റോക്കറ്റുകൾ നിങ്ങൾക്കുണ്ടായാലും, ഞങ്ങളുടെ മുമ്പിലുള്ള ആയുധം എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, കാലവും ചരിത്രവും സാക്ഷിയാണ്. ഇൻഷാ അല്ലാഹ് ഗസയിലെ മണ്ണിലെ പാവപ്പെട്ട ജനവിഭാഗത്തിന് വിജയമുണ്ടാകുന്ന ഒരു കാലം ഇൻഷാ അല്ലാഹ് സംജാതമാകുക തന്നെ ചെയ്യുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു.